യെസ്, വരും. ഇതാണ് ഞാൻ പ്രതീക്ഷിച്ചിരുന്ന ആൾ. Ladies and gentlemen, let's welcome ആരുമില്ലേ ഇവിടെ? പപ്പി, നോക്ക്. അത് ആന്റി, ഞാനിതില് പോയപ്പോ വെറുതെ ഇന്ന് എനിക്ക് ആരുടെ കൈനീട്ടം കിട്ടിയിട്ടില്ല ഇതുവരെ. എന്റെ മായിരിക്കുന്ന കേക്കുണ്ടെങ്കിൽ ദീപ് സ്ഥലം വിട. പിന്നെ ന്യൂസ് വല്ലതും പിടിക്കാനാണെങ്കിൽ ഇങ്ങനെ എത്തി നോക്കി കഷ്ടപ്പെടണ്ടെന്നേ നിന്നെ പറഞ്ഞയച്ചില്ലേ. അവരോട് നേരിട്ട് വരാൻ പറഞ്ഞാ മതി. ഞാൻ വിശദമായിട്ട് പറഞ്ഞു കൊടുക്കാം വിശേഷങ്ങള്. ദീപു, എന്താ ഇവിടെ? പപ്പി, നിന്റെ ഈ നാണം കെട്ട് എത്തിനോക്കൽ പരിപാടി നിർത്തിക്കൂടെ ഇനിയെങ്കിലും? കെട്ടുപ്രായമായ ഒരു പെങ്കൊച്ചൊക്കെ വീട്ടിലുള്ളതല്ലേ നിനക്കും? ചേച്ചി എന്താ ഈ പറയുന്നേ? ദീപ് വെറുതെ എന്തോ ആവശ്യത്തിന് വന്നതിന് ഇല്ലാത്ത വ്യാഖ്യാനങ്ങളൊന്നും വേണ്ട കേട്ടോ. മോനെ, നീ വീട്ടിൽ പോ. ആന്റി ഹോർലിക്സ് എടുത്ത് വെച്ചിട്ടുണ്ട്. ശരി ആന്റി. നമ്മൾ ചങ്കെടുത്ത് കാട്ടാൻ ചെന്നാലും ചിലര് പറയും അവരുടെ വീട്ടിൽ ഒളിഞ്ഞു നോക്കാൻ ചെന്നേന്ന്. നന്ദിയില്ലാത്ത കൂട്ടങ്ങൾ. അവരെ എന്തിനാടി പറയുന്നേ? ഈവൻ അവിടെ പോയി നിന്ന നിപ്പ് കണ്ടാലേ ആർക്കാ സംശയം തോന്നാത്തത്? കഷ്ടം തന്നെ. ചുക്കിനും ചുണ്ണാമ്പിനും കൊള്ളാത്തവൻ കേറി പോടാകത്ത്. നോക്കിക്കോ പപ്പി, ഇപ്പോ ആ ശ്രീലക്ഷ്മി കേടുപാടൊന്നുമില്ലാതെ വന്നതിന്റെ അഹങ്കാരമാ സ്ത്രീക്ക്. പക്ഷേ നീ നോക്കിക്കോ, ഈ കോളനിയിലുള്ള മുഴുവൻ പേരും അവരെ നോക്കിച്ചിരിക്കുന്ന ഒരു ദിവസം വരും.
വരുത്തും ഞാൻ. അയ്യോ അങ്ങനെയൊന്നും പറയില്ല അച്ഛാ, അവര് പാവങ്ങളാ. ഭ, പാവങ്ങള് നിന്നോടല്ലേ പറഞ്ഞത് അകത്ത് കയറി പോൻ. നിന്ന് ചിടുങ്ങുന്നു. അങ്ങനെയൊന്നും പറയല്ലേ അച്ഛ, വൃത്തികെട്ടവൻ. നിനക്ക് 3 നേരവും വെട്ടിവിഴുങ്ങാൻ അവനാണോടെ വേവിച്ചിരുന്നത്. കേറി പോടാകത്ത് പോവാൻ. ചേട്ടാ വെറുതെ കുഞ്ഞിനെ വഴക്ക് പറയാതെ മോൻ ചെന്ന് ഹോർലിക്സ് എടുത്ത് കുടിക്ക് ചെല്ലേ. എവന് ഹോർലിക്സ് അല്ല വിഷമാ കലക്കി കൊടുക്കണ്ടേ. വായി നോക്കി. പപ്പി എഴുതി വെച്ചോ. ഇപ്പൊ ഈ ശ്രീലക്ഷ്മി കാടാറ് മാസം കഴിഞ്ഞ പോലെ എത്തിയില്ലേ. ഇത് മതി എനിക്ക്. ഈ ചെറിയ തീപ്പൊരി കൊണ്ട് ഞാനൊരു വൻ കാട് തന്നെ കത്തിക്കും. രവിചന്ദ്രവർമ്മൻ എന്ന വൻ കാടിനെ. ഈ ത്രിവിക്രമൻ ആരെന്ന് അവർ കാണാനിരിക്കുന്നതേ ഉള്ളൂ. കാണിച്ചു കൊടുക്കും ഞാൻ. മല്ലിപ്പൊടിയും ജീരവും കുറെ ദിവസം കൂടി പോവും. പുളി വേണം, അച്ചാറ്, വറ്റൽമുളക്, പഞ്ചസാര, കാപ്പിപ്പൊടി. ആദ്യം പറഞ്ഞ എഴുതിയെങ്കിലേ ബാക്കി കൂടെ എഴുതിക്കോ. മല്ലിപ്പൊടി 100ന്റെ ഒരു പാക്കറ്റ്, ജീരകം 200, അച്ചാറ്, വെളുത്തുള്ളി മാങ്ങ ചെറിയ കുപ്പി, വറ്റൽമുളക് 1/4 കിലോ, പഞ്ചസാര 2, കാപ്പിപ്പൊടി 250 ഗ്രാം, പുളി 1/4 കിലോ. ഈ മാസാവസാനാവുമ്പോ ലോകം അവസാനിക്കാൻ പോകുന്ന പോലത്തെ പേടിയാ. സാധനങ്ങളൊക്കെ തീർന്നു. ഇവിടെയാണെങ്കിൽ വെച്ചുണ്ടാക്കാൻ വെറും 3 പേരല്ലേ ഉള്ളു താനും. ചേട്ടാ ഇത് നോക്ക്. ശ്രീടച്ചാ, നിങ്ങൾ ഈ പേസ്റ്റ് ഒക്കെ പല്ല് തേച്ച് തന്നെയാണോ തീർക്കുന്നത്? അറിയാൻ വയ്യാത്തോണ്ട് ചോദിക്കുന്ന. ഇനിയിപ്പോ വല്ല ആഹാര സാധനമാണെന്ന് പറഞ്ഞ് എടുത്ത് തിന്ന് തീർക്കൊന്നും അല്ലല്ലോ. അതെ, തുണി അലക്കുന്ന സോപ്പ് 2 എണ്ണം, ഉള്ളി 2 കിലോ എഴുതിക്കോ. അല്ലെങ്കിൽ വേണ്ട, 1 കിലോ മതി. പണ്ടൊക്കെ ഉള്ളി തൊലിക്കുമ്പോഴാ മനുഷ്യന് കണ്ണീന്ന് കണ്ണീര് വരുന്നത്. ഇപ്പൊ അതിന്റെ വില കേൾക്കുമ്പോഴാ. രണ്ടായാലും പെണ്ണുങ്ങൾക്ക് കരച്ചിലിന്നൊരു മോചനയില്ല. എന്തായാലും അടുത്ത ജന്മം എനിക്ക് രാജയോഗായിരിക്കും. നോക്കിക്കോ, ഈ ജന്മം അത്രയ്ക്ക് ഞാൻ അനുഭവിച്ചു കൂട്ടുന്നുണ്ട്. അതെ, കുളിക്കുന്ന സോപ്പ് ഒരു 3 എണ്ണം വാങ്ങിക്കോ. നല്ല മണമുള്ളത് വേണേ. പിന്നെ ഷാംപൂ ഏതെങ്കിലും ആയുർവേദത്തിന്റെ മതി. ശ്രീലക്ഷ്മി ആണെങ്കിൽ എന്തൊക്കെയോ വാരി തേക്കുന്നുണ്ട്. കൊച്ചു പെണ്ണ, ഈ പ്രായത്തിലെ എന്നെ പോലെ മുടിയില്ല നടക്കേണ്ടി വരുമെന്ന എന്റെ പേടി. അവളുടെ പ്രായത്തിലെ എന്റെ മുടിയൊന്ന് കാണണമായിരുന്നു. ഇപ്പോഴും വലിയ മോശമൊന്നുമല്ല. അതെ, നിങ്ങൾ ഷാംപൂ എഴുതിയോ? ഏത് കമ്പനിയുടെ എഴുതിയത്? ശ്രീടച്ച, ഇതെന്തോ നിരിപ്പാ? ഞാനാണെങ്കിൽ ഫുൾ സ്റ്റോപ്പ് ഇല്ലാതെ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്നു. നിങ്ങളാണെങ്കിൽ ചിന്താവിഷ്ടനായ രാമനെ പോലെ ഇരിക്കുന്നു. എന്തെങ്കിലും വിളിച്ചു പറയാതെടി. ചിന്താവിഷ്ടയായ രാമനല്ല, ചിന്താവിഷ്ടയായ സീത. മഹാകവി കുമാരനാശാന്റെ ഒരു കവിതയാണ്. അയ്യോ കഷ്ടം മനുഷ്യ. ആ കവിതയുടെ പേര് ചിന്താവിഷ്ടയായ സീതയെന്നല്ല, ചിന്താവിഷ്ടയായ ശ്യാമളയെന്ന. അയ്യോ നമിച്ചു. നീ നിന്റെ പാണ്ഡിത്യൊന്നും വിളമ്പാൻ നിക്കല്ലേ. ചിന്താവിഷ്ടയായ ശ്യാമളെ ശ്രീനിവാസന്റെ ഒരു സിനിമയുടെ കഥയാണ്. ഓ ശരി ശരി ശരി, നിങ്ങൾ വലിയ പണ്ഡിതൻ തന്നെ, സമ്മതിച്ചു. ആദ്യം ഇരുന്ന് സ്വപ്നം കാണാതെ ഞാൻ പറയുന്ന അങ്ങോട്ട് എഴുതിയെടുക്കും. ഇനി ഞാൻ സ്വപ്നം കാണുകയല്ല, മോളുടെ പരീക്ഷ എടുക്കാറായി. ഈ പെങ്കച്ച് എപ്പ പഠിക്കുന്ന ആലോചിക്കുകയാണ്. ഓ, അതിനെപ്പറ്റി ആലോചിച്ച് നിങ്ങൾ ബുദ്ധിമുട്ടണ്ട. മോളെ ഇതുവരെ പഠിച്ചതൊക്കെ അന്തസ്സായി തന്നെ പാസ്സായിട്ടുള്ളത്.
അതിന് അവക്ക് കിട്ടിയിരിക്കുന്നേ എന്റെ ബുദ്ധിയാ, എന്റെ ബുദ്ധി, അല്ലാതെ നിങ്ങളുടെ അല്ല. ദൈവമേ, അക്കാര്യത്തിൽ ദൈവത്തിനോട് എത്ര നന്ദി പറഞ്ഞാലും മതിയാവില്ല. അച്ഛനെ പോലെ മോളും ബുദ്ധിയില്ലാത്തവളായിരുന്നെങ്കിലേ ഞാൻ പോയി തൂങ്ങിച്ചായേണ്ടി വന്നേനെ. അതേടി, ഈയിടെയായിട്ട് അവൾക്ക് ഒരു കാര്യത്തിലും ശ്രദ്ധയില്ല. എപ്പോഴും എന്തോ ആലോചനയാണ്, ആലോചന. അതിന്റെ ഇടയ്ക്ക് ട്രാൻസ്ഫറും തിരിച്ചുവരവും. എനിക്കിതൊന്നും ഒട്ടും ശരിയായിട്ട് തോന്നുന്നില്ല. നിങ്ങൾ അതിനെപ്പറ്റി ഒന്നും ആലോചിച്ച് വിഷമിക്കണ്ട. വലിയ വലിയ കമ്പനികളിലൊക്കെ ചിലപ്പോ ഇങ്ങനെയായിരിക്കും. നമുക്കെന്ത് ചെയ്യാൻ പറ്റുമെന്നോ? വലിയ കമ്പനിയായാലും ചെറിയ കമ്പനിയായാലും തെറ്റ് തന്നെയല്ലേ? ഇനി ഇതുപോലെയൊക്കെ സംഭവിച്ചാൽ നമ്മളെന്ത് ചെയ്യും? അതാലോചിക്കണ്ടേ? ശ്രീരച്ച, എനിക്ക് തോന്നുന്നതേ മോളുടെ കമ്പനിയിൽ ആരെങ്കിലും മനഃപൂർവ്വം ട്രാൻസ്ഫർ ചെയ്യിച്ചായിരിക്കുന്ന. ഇത് രവിവർമ്മൻ സാർ അറിഞ്ഞപ്പോ പോയി മടക്കി കൊണ്ടുവന്നു. എനിക്ക് എങ്ങനെയാ തോന്നുന്നത്, നിങ്ങൾക്കോ? ദേ ശ്രീരച്ച, എന്തോ നിരിപ്പാ ഇത്. ആലോചിച്ച സമയങ്ങളെ നിങ്ങൾ എഴുന്നേറ്റ് പോയേ, നേരെ ഒരുപാടായി. ആ ശരി ശരി. അല്ല, നീ എന്തൊക്കെ പറഞ്ഞല്ലോ, ഞാനൊന്നും എഴുതിയിട്ടില്ല. അലക്കുന്ന സോപ്പ് 2, കുളിക്കുന്ന സോപ്പ് 3, ഉള്ളി 1 കിലോ, ചെറുപയർ 1/2 കിലോ, തൂരപ്പരിപ്പ് 1/4 കിലോ, പച്ചരി 1 കിലോ, വെളിച്ചെണ്ണ 1/2 കിലോ, മല്ലിപ്പൊടി 100ന്റെ ഒരു പാക്കറ്റ്, ജീരകം 200, മുളക് പൊടി 1/4 കിലോ. അച്ചാറ്, വെളുത്തുള്ളി മാങ്ങ ചെറിയ കുപ്പി. ഓക്കെ മിസ്റ്റർ നന്ദൻ, താൻ വളരെ ഭാഗ്യവാനാണെന്ന് ഞാൻ പറയും. കാരണം താൻ കമ്പനിയിൽ ജോയിൻ ചെയ്ത ഈ ആദ്യ ദിവസം തന്നെ വളരെ റിലാക്സ്ഡ് ആയിട്ട് ഇഷ്ടപ്പെട്ട ജോലി ചെയ്യാം. ഡേ ടു ഡേ ഹെഡേക്ക് ഒന്നും ഉണ്ടാവില്ല. അതെന്താ സാർ ഇന്നത്തെ പ്രത്യേകത? ഇന്ന് ഓപ്പൺ ഓഫീസ് ഡേ ആണ്, ഏവർക്കും സ്വാതന്ത്ര്യമുള്ള ദിവസം. ഓ, ദാറ്റ്സ് നൈസ്. അതുകൊണ്ട് ആദ്യം തന്നെ ഇന്ന് ഏത് സീറ്റിലിരിക്കണമെന്ന് തനിക്ക് ഡിസൈഡ് ചെയ്യാം. കമാൺ, നോക്കിക്കോളൂ. Wow. സർ, ഓക്കെ സർ, ഞാൻ ഡിസൈഡ് ചെയ്തു. ഐ തിങ്ക് ദിസ് ഇസ് മൈ സീറ്റ്. സോറി, ഇന്നത്തെ ദിവസം ഈ സീറ്റ് നേരത്തെ റിസർവ്ഡ് ആണ്. ആണോ? ഓ, കഷ്ടമായല്ലോ. സർ, ആക്ച്വലി ഞാൻ ഈ സീറ്റ് സെലക്ട് ചെയ്യാനുള്ള കാരണം എന്താണെന്നറിയോ? എന്റെ ടേസ്റ്റിനനുസരിച്ചുള്ള അറേഞ്ച്മെന്റ്സാ ഇവിടെ ഉള്ളത്. അപ്പോ എന്റെ ടേസ്റ്റുള്ള ആരോ ഇവിടെ ഉണ്ടെന്ന് അർത്ഥം. അതാരാണ് സർ ഇന്ന് ഈ സീറ്റ് റിസർവ് ചെയ്ത ആ ഭാഗ്യശാലി? ഫോർച്ചുനേറ്റ്ലി ഓർ അൺഫോർച്ചുനേറ്റ്ലി ആ ഭാഗ്യശാലി ഞാൻ തന്നെയാണ് സാർ. അയ്യോ, സോറി സർ, ഞാൻ വേറെ ആരോണെന്ന് കരുതിയാ ചോദിച്ചത്. ഐ എം എക്സ്ട്രീംലി സോറി. ഇറ്റ്സ് ഓക്കെ, കുഴപ്പമില്ല. ഇന്ന് എല്ലാവരും ഈക്വലാണ് ഇവിടെ. സോറിയുടെ യാതൊരു ആവശ്യമില്ല. താങ്ക് യു സർ. നെക്സ്റ്റ് ടൈം സാറിനേക്കാൾ മുമ്പ് തന്നെ ഞാൻ ഈ സീറ്റ് റിസർവ് ചെയ്തിരിക്കും, ഉറപ്പാ. ഇല്ല, ഒരു കാരണവശാലും ഈ സീറ്റ് ഞാൻ ആർക്കും വിട്ടുകൊടുക്കില്ല. ഇത് രവിവർമ്മന്റെ സ്പേസാണ്. നാളെയും അങ്ങനെ തന്നെ ആയിരിക്കും. ഈ സീറ്റ് മാത്രമല്ല, ഈ സീറ്റിലിരിക്കുന്ന ആളും.
ദാ ശ്രീലക്ഷ്മി മടങ്ങി വന്നല്ലോ. എന്താ ശ്രീലക്ഷ്മി, നീ കോയമ്പത്തൂർ പോയില്ലേ? ബസ് മിസ്സായോ അതോ പോവാൻ മറന്നുപോയോ? ശ്രീലക്ഷ്മി കോയമ്പത്തൂരിൽ പോകുന്നില്ല. അവൾ ഇനി ഇവിടെ തന്നെ ഉണ്ടാവും, നമ്മളോടൊപ്പം. വെൽക്കം ബാക്ക് ശ്രീലക്ഷ്മി. താങ്ക് യു സർ, താങ്ക് യു വെരി മച്ച്. ശ്രീലക്ഷ്മി, വെൽക്കം ബാക്ക്. താങ്ക് യു മാഡം. ശ്രീലക്ഷ്മി, ഇന്ന് നമ്മളിവിടെ ഓപ്പൺ ഓഫീസ് ഡേ ആചരിക്കുകയാണ്. ദാറ്റ് മീൻസ് ആർക്ക് ഏത് സീറ്റിൽ വേണമെങ്കിലും ഇരിക്കാം, എന്ത് വേണമെങ്കിലും ചെയ്യാം. ഒന്നിനും യാതൊരുവിധ നിർബന്ധവുമില്ല. ലൈക്ക് യു കൻ എൻജോയ് എ ഫ്രീ ഡേ. സർ, ഒരു കാര്യം പറയട്ടെ. ഇന്നത്തെ ദിവസം മുഴുവനും സാറിനോടൊപ്പം സമയം ചെലവഴിക്കാൻ എനിക്കിഷ്ടം. ശ്രീലക്ഷ്മി, ശ്രീലക്ഷ്മി, please come. Meet Mr. Nandan. Nandan, this is Sri Lakshmi. Hi. രാജാറാം സർ, എങ്ങനെയുണ്ട് പുതിയ ജോഡി? സംഗതി നല്ല സ്പീഡാണല്ലോ. അല്ല പിന്നെ, വന്ന ആദ്യ ദിവസം തന്നെ ഗെയിം തുടങ്ങി. കൊള്ളാം. മാഡം ആരാ ഉദ്ദേശിക്കുന്നത്? ആ പയ്യനെയാണോ അതോ? അവൻ മാത്രമല്ല, അവളും. കണ്ടില്ലേ സാറിന്റെ ഇരുവശത്തും രണ്ട് ബൊമ്മകൾ.
ഇനി ജസ്റ്റ് നൂല് പിടിച്ച് വലിക്കേണ്ട താമസയുള്ളൂ. ബൊമ്മകൾ പ്ലേ ആടി തുടങ്ങും. ശ്രീലക്ഷ്മി നന്ദൻ ബൊമ്മലാട്ടം. പക്ഷേ ആ ബൊമ്മകളുടെ നടുവിൽ കുടുങ്ങിപ്പോകുന്നത് നമ്മുടെ സാറാണ്. അതിന് ഞാൻ അനുവദിക്കില്ല. അതെന്റെ തീരുമാനമാണ്. ശ്രീലക്ഷ്മി, അവിടെ ഇരിക്കേണ്ട. എന്താ സർ? ഇന്ന് ആ സീറ്റ് ഞാൻ റിസർവ് ചെയ്തിരിക്കുക. സോ യു ഹാവ് ടു ഫൈൻഡ് അനദർ സീറ്റ്. ഓക്കെ, അപ്പോ എല്ലാവരും ഓരോരോ സീറ്റ് കണ്ടുപിടിച്ചിരുന്നോളൂ. ലെറ്റ്സ് സ്റ്റാർട്ട് ദ ഡേ. കം ഓൺ. സർ, ഒരു മിനിറ്റ്. ആഹാ, ഇത് കൊള്ളാലോ. താൻ ദിവസം പ്രാർത്ഥിക്കാറുണ്ടോ ഇവിടെ? അതെ, പ്രാർത്ഥിക്കും. ഇതാ എന്റെ ദൈവം. ഞാൻ എല്ലാ ദിവസവും ജോലി തുടങ്ങുന്നതിന് മുൻപ് എന്റെ ദൈവത്തെ പ്രാർത്ഥിച്ചിട്ടേ തുടങ്ങാറുള്ളൂ. ആ പ്രാർത്ഥിക്കുന്നതിന് ഫലം ഉണ്ടായില്ലേ? ദൈവം ശ്രീലക്ഷ്മിയെ ഈ ഓഫീസിൽ തന്നെ തിരിച്ചു കൊണ്ടുവന്നില്ലേ? 100% ശരിയാണ് മാഡം. നമ്മൾ സാധാരണ ഒരു ജോലി ചെയ്യുമ്പോ വിഘ്നം വരാതിരിക്കാനാ പ്രാർത്ഥിക്കാറുള്ളത്. പക്ഷെ എന്റെ ദൈവം എന്റെ യാത്രയിൽ വിഘ്നം വരുത്തി തിരികെ ഈ ഓഫീസിൽ തന്നെ എത്തിച്ചു. ഒരിക്കലും നമ്മുടെ പ്രാർത്ഥന വെറുതെ ആവില്ല, അല്ലേ മാഡം? തീർച്ചയായും. തന്റെ കാര്യത്തിൽ അത് സത്യമായി. ആ ദൈവത്തിന് താൻ ഇവിടുന്ന് പോകുന്നത് ഇഷ്ടമല്ലാന്ന് തോന്നുന്നു. അതെ മാഡം, നമ്മൾ വിശ്വസിക്കുന്ന ദൈവം ഒരിക്കലും നമ്മളെ കൈവിടില്ല, അല്ലേ സർ? ശരിയല്ലേ? അതെ, കറക്റ്റാണ്. യു ആർ 100% റൈറ്റ്. രവിവർമ്മൻ സാറ് 21 വർഷങ്ങൾക്ക് മുമ്പ് വിശ്വാസം എന്ന വാക്കിന്റെ ശക്തിയെക്കുറിച്ച് ഒരു സ്പീച്ച് നടത്തിയിരുന്നു. ഇൻ 1999 യൂട്യൂബിൽ വൈറലാണ്. സാർ എന്ന് പറഞ്ഞ കാര്യം എനിക്കിപ്പോഴും ബൈഹാർട്ടാണ്. ചിലർ ദൈവത്തെ വിശ്വസിക്കുന്നു, മറ്റു ചിലർക്ക് വിശ്വാസം തന്നെ ദൈവമായിരിക്കും എന്നാണ് അന്ന് സാറ് പറഞ്ഞ് അവസാനിപ്പിച്ചത്. പിറ്റേന്നുള്ള ന്യൂസ് പേപ്പറിൽ ഈ വാചകമായിരുന്നു ഹെഡ്ലൈൻ. ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മാനേജ്മെന്റിൽ ഞാൻ നടത്തിയ സ്പീച്ച്. യു സ്റ്റിൽ റിമെമ്പർ ദാറ്റ്? യെസ് സർ, എനിക്കിപ്പോഴും ഓർമ്മയുണ്ട്. ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, സാറാണ് എന്റെ റോൾ മോഡൽ. ഒടുവില് എത്തേണ്ടടുത്ത് തന്നെ എത്തിയിരിക്കുന്നു എന്നാണ് എന്റെ വിശ്വാസവും. ഐ എം റിയലി ഹാപ്പി സർ, റിയലി ഹാപ്പി. താങ്ക് യു, ആൻഡ് ഐ എം പ്രൗഡ് ഓഫ് യു. എക്സ്ക്യൂസ് മീ സർ. സോറി ഫോർ ദ ഇൻകൺവീനിയൻസ്. നോ ഇഷ്യൂസ്. ടെൽ മി സെൻട്ര, വാട്ട്സ് ദ മാറ്റർ? സർ, കുറച്ച് അനാലിസിസും അപ്ഡേറ്റ്സും ഉണ്ടായിരുന്നു. ഐ ജസ്റ്റ് വോണ്ട് ടു. ഓക്കെ, പറഞ്ഞോളൂ. ഇന്നതാണ് എന്റെ സീറ്റ്. ഐ എം വർക്കിംഗ് ടുഡേ ബൈ സിറ്റിംഗ് ഹിയർ. സർ, സോറി സർ, ഇത് കുറച്ച് കോൺഫിഡൻഷ്യൽ ആണ്. ഐ വോണ്ട് ടു ഡിസ്കസ് ഇറ്റ് പേഴ്സണലി. ഓക്കെ, ശരി. നന്ദൻ, എന്തെങ്കിലും സഹായം ആവശ്യമുണ്ടെങ്കിൽ ഉമ്മയോട് ചോദിച്ചോളൂ. ഷീ വിൽ ഹെൽപ്പ് യു. ഓക്കെ സർ, താങ്ക് യു. യു ആർ വെൽക്കം. ഹാവ് എ ഗുഡ് ഡേ. സർ, ഐ വിൽ ബി ദേർ ഇൻ എ മൊമെന്റ്. ഓക്കെ, ഷുവർ. ശ്രീലക്ഷ്മി, ഉമ്മ മാഡം നമ്മുടെ കമ്പനിയിലെ സീനിയർ സ്റ്റാഫാണ്.
മിസ്റ്റർ രാമമൂർത്തി സിക്ക് ലീവിലായതുകൊണ്ട് അതിന്റെ ചുമതലയുണ്ട്. അതുകൊണ്ട് മാഡത്തിന് നന്ദന്റെ കൂടെ എല്ലാ സ്ഥലത്തും ഓടി നടക്കാൻ കഴിയില്ല. സോ നന്ദൻ എന്തെങ്കിലും ഹെൽപ്പ് വേണമെങ്കിൽ നീ തന്നെ കൂടെ നിന്ന് സഹായിക്കണം. യു ഗോട്ട് ഇറ്റ്? ശരി മാഡം. കോയമ്പത്തൂർക്ക് പോയിട്ട് പാതി വഴിയിൽ നിന്നും നീ മടങ്ങി വന്നു. വേറെ ആരെങ്കിലും ആയിരുന്നെങ്കിൽ 2-3 ദിവസം വീട്ടിൽ നിന്ന് വിശ്രമിച്ചിട്ടേ വരുമായിരുന്നുള്ളൂ. പക്ഷേ നീ അങ്ങനെ ചെയ്തില്ല. നിന്റെ ആത്മാർത്ഥത കൊണ്ടാ. ഐ അപ്രീഷിയേറ്റ് യുവർ ഡെഡിക്കേഷൻ ആൻഡ് ഹാർഡ് വർക്ക്. കീപ് ഇറ്റ് അപ്പ്. താങ്ക് യു മാഡം. സോ മിസ്റ്റർ നന്ദൻ, ദ സ്മാർട്ട് ഗേൾ വിൽ അസിസ്റ്റ് ഇൻ യുവർ വർക്ക്. ഓക്കെ ബോസ്, താങ്ക്സ്. വാട്ട്? ബോസ്, വൈ? ഈ ഓഫീസിൽ ഒരേ ഒരു ബോസേ ഉള്ളൂ. അത് ഞാനല്ല, ഇപ്പൊ ഇറങ്ങിപ്പോയ ആളാ. മൈൻഡ് ഇറ്റ്. സാൻഡ്ര, ടെൽ മീ. സർ, ആക്ച്വലി ഞാൻ സാറിനോട് ക്ഷമ ചോദിക്കാനാണ് സംസാരിക്കണമെന്ന് പറഞ്ഞത്. ക്ഷമ ചോദിക്കാനോ? എന്തിന്? സർ, ഞാൻ സാറിനോട് ആലോചിക്കാതെയാണ് നന്ദനെ വെൽക്കം ചെയ്യാനുള്ള എല്ലാ അറേഞ്ച്മെന്റ്സും ചെയ്തത്. പക്ഷേ എനിക്ക് ലാസ്റ്റ് മൊമെന്റിൽ മനസ്സിലായി, അന്ന് ക്യാമ്പസ് ഇന്റർവ്യൂ ചെയ്ത നന്ദന്റെ കാര്യം സാറിന്റെ ഓർമ്മയിലേ ഇല്ലെന്ന്. ഇറ്റ്സ് ഓക്കെ, അത് കഴിഞ്ഞില്ലേ? യെസ് സർ, എന്നാലും ഞാൻ പറയണമല്ലോ, അതുകൊണ്ടാ. പിന്നെ സാർ, ഈ നന്ദൻ രഘുവർമ്മൻ സാറിന്റെ വൈഫ് രേഖ മാഡത്തിന്റെ കോളേജിൽ ജൂനിയർ ആയിരുന്നു. രേഖ മാഡത്തിന്റെ പരിചയക്കാരനായതുകൊണ്ടാ ബൊക്കെയൊക്കെ നൽകി ഒരു വെൽക്കം ആയിക്കോട്ടെ എന്ന് കരുതിയത്. സോ ഐ എം സോറി സർ, എക്സ്ട്രീംലി സോറി. ഫ്യൂച്ചറിൽ ഇതുപോലെയൊന്നും സംഭവിക്കില്ല. ഐ വിൽ ബി മോർ കെയർഫുൾ. ഇറ്റ്സ് ഓക്കെ, നോ ഇഷ്യൂസ് യാർ. സത്യം പറഞ്ഞ ഞാൻ തനിക്കാണ് താങ്ക്സ് പറയേണ്ടത്. ഈ നന്ദനെ കുറിച്ച് അനിയത്തിക്കുട്ടി എന്നോട് മുമ്പ് സംസാരിച്ചിരുന്നു. ബട്ട് ഞാനത് മറന്നുപോയി. താൻ ആ കാര്യത്തിൽ നിന്ന് എന്നെ രക്ഷപ്പെടുത്തിയത്. അല്ലെങ്കിൽ അനിയത്തിക്കുട്ടിയുടെ പിണക്കവും പരിഭവവും എല്ലാം ഞാൻ നേരിടേണ്ടി വന്നതാണ്. താങ്ക് യു സാൻഡ്ര, താങ്ക് യു സോ മച്ച്. വിത്ത് പ്ലഷർ സർ, ഇറ്റ്സ് മൈ ഡ്യൂട്ടി. പുതിയ എംപ്ലോയീസിനെ ഫ്രം ദ വെരി ഫസ്റ്റ് ഡേ മുതൽ നമ്മുടെ സ്വന്തം ആളായിട്ട് തന്നെ ട്രീറ്റ് ചെയ്യുന്നത് വർമ്മൻ ഗ്രൂപ്പിന്റെ ഒരു കീഴ്വഴക്കമാണ്. താൻ ആ ഉത്തരവാദിത്വം സ്വയം ഏറ്റെടുത്ത് ചെയ്തു. ഐ അപ്രീഷിയേറ്റ് യു സാൻഡ്ര. വെൽ, താങ്ക് യു സർ, യു ആർ ഓൾവേസ് വെൽക്കം. ശരി, ഞാനിപ്പോ എന്റെ ഇന്നത്തെ സീറ്റിലേക്ക് പോട്ടെ. സിയറ. രവിവർമ്മൻ സാറിന്റെ പുകഴ്ത്തൽ കേട്ട് മാഡം ആകാശത്തേക്ക് ഉയർന്നതുപോലെ ഉണ്ടല്ലോ. സോറി, യു ആർ മിസ്റ്റേക്കൺ. രവിവർമ്മൻ സാറിന്റെ അപ്രീസിയേഷൻ എന്റെ ഇന്റലിജൻസിനെ മാത്രം ബേസ് ചെയ്താണ്. പക്ഷേ എനിക്കൊരു ഹൃദയം ഉണ്ടെന്ന് സാർ മനസ്സിലാക്കുന്നില്ല. അതാണ് ഇതിലെ ട്രാജഡി. സാന്ദ്രപടം, ഒരു മിനിറ്റ്. മാഡം ആ പയ്യനെ കുറിച്ച് പറഞ്ഞതൊക്കെ ശരിയാണോ? ഐ മീൻ ആ ഡബിൾ ഓവർ സ്മാർട്ട് നന്ദൻ. അല്ല, ഞാൻ എന്തിനാ ചോദിക്കുന്നതെന്ന് വെച്ചാ, സാധാരണ ഈ ഓഫീസിൽ ഒരാളെ ജോലിക്ക് അപ്പോയിന്റ് ചെയ്യുമ്പോ രവിവർമ്മൻ സാറിന്റെ പെർമിഷൻ വേണം. കൂടാതെ എല്ലാ പ്രൊസീജിയേഴ്സും ഫോളോ അപ്പ് ചെയ്യണം. പക്ഷെ ഇവൻ, ഓ മൈ ഗോഡ്, രാജാറാം സർ, ഞാൻ ഇത്രയും സമയം ഇത് തന്നെയല്ലേ പറഞ്ഞുകൊണ്ടിരുന്നത്? എന്നിട്ട് മനസ്സിലാകാത്തതാണോ അതോ മനസ്സിലായില്ലെന്ന് നടിക്കാണോ സാറ്? സോ ലെറ്റ് മീ റിപ്പീറ്റ് മൈസെൽഫ്. ഈ നന്ദൻ രേഖ മാഡത്തിന് വേണ്ടപ്പെട്ട ആളാണ്, അത് മാത്രമേ ഉള്ളൂ. ഓക്കെ, ആയിക്കോട്ടെ. ബട്ട് ഇതുപോലത്തെ ഒരു വെൽക്കം, അതും സാന്ദ്ര മാഡത്തിൽ നിന്നും, ഐ ഫീൽ സംതിങ് റോങ് സംവെയർ. എവിടെയോ ഒരു ചിന്ന സ്പെല്ലിംഗ് എറർ ഉള്ളതുപോലെ. സോറി, ടു മച്ച് ഡൗട്ട്, നോട്ട് ഗുഡ് രാജാറാം സർ. നോ നോ നോ, സോറി. എന്റെ ജോലി കൃത്യമായി എന്താണെന്ന് മാഡത്തിന് ഇപ്പോഴും ഡൗട്ട് ഉള്ളതുപോലെ തോന്നുന്നു. ഐ വിൽ മേക്ക് ഇറ്റ് ക്ലിയർ. ഇതുപോലുള്ള എല്ലാവരുടെയും ഡൗട്ട് ക്ലിയർ ചെയ്യലാണ് എന്റെ ഒന്നാമത്തെ പണി. അതിനാണ് ഞാൻ സാലറി വാങ്ങുന്നത്. ഏതായാലും മാഡത്തിന് ആ പയ്യന്റെ മേലൊരു കണ്ണ് വേണം. അവന്റെ മൂവിൽ എന്തെങ്കിലും ചെറിയൊരു കുഴപ്പം കണ്ടാൽ ഞാൻ അവനെ കോളറിൽ തൂക്കിയെടുത്ത് ഒരു കിണർ കുഴിച്ച് അതിലിടും. അതിൽ നിന്ന് അവനെ രക്ഷിക്കാൻ ഒരു രേഖാ മാഡത്തിനും കഴിയില്ല.
സാന്ദ്ര മേഡത്തിനും. ഇപ്പോഴേ പറയുക